വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ ചിക്കൻ സമൂസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലില്ലാത്ത ചിക്കനാണ് വേണം എടുക്കാനേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് കൊത്തി അരിഞ്ഞിടാം സവാള. അതേപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി, വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ല ഒന്ന് വഴണ്ട് വരണം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാവുന്നതാണ്. സവാള നമുക്ക് ഈ ഒരു പരുവത്തി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നല്ലപോലെ അങ്ങ് വഴറ്റിയൊന്നും എടുക്കണ്ട. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനി കുറച്ച് പൊടികളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചെടുത്ത്. ലേശം ഇട്ടാൽ മതി. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സമൂസയ്ക്കകത്ത് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മൾ നേരത്തെ സവാള ചേർത്ത സമയത്ത് ചേർത്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി. അപ്പം നിങ്ങൾ ചേർക്കേണ്ട സമയത്ത് സവാള ചേർക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്തത്. നമ്മുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിനകത്ത് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചെറുതായിട്ട്, അല്ലെങ്കിൽ പിച്ചി പറിച്ചിട്ടാലും മതി. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ, എത്രത്തോളം തരി വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ മസാലയൊക്കെ ഈ ചിക്കനകത്തോട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. അതേപോലെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിക്കൻ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സമൂസ തയ്യാറാക്കാം. നമ്മൾ നേരത്തെ പൊട്ടറ്റോ സമൂസ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സമൂസ ഷീറ്റ് എങ്ങനെയാണ് എന്താ പറയുന്നത്, ഇങ്ങനെ കോണോട് കോണ് ചേർത്ത് മടക്കി എങ്ങനെ എടുക്കേണ്ടതെന്ന് എല്ലാവരും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടം ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നൊന്നുമില്ല. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മറ്റേ വീഡിയോ കയറി നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സമൂസ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓയിലിലാണ് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എണ്ണ നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോ സമൂസ വെച്ച് ഇങ്ങനെ പറക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചിക്കൻ സമൂസ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടും. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ